കൊറോണ വ്യാപനത്തെ തുടർന്ന് വിമാനവിലക്കിൽ നട്ടം തിരിഞ്ഞ പ്രവാസികൾക്ക് ആശ്വാസ വാർത്ത. മാസങ്ങളോളം കാത്തിരുന്ന പ്രവാസികളെ തേടി രാജകാരുണ്യം. നിർണായകമായി സൽമാൻ രാജാവിന്റെ ആ തീരുമാനം. വിമാനവിലക്ക് നീക്കുന്നതിന് മുന്നേ തന്നെ ഇത് ചെയ്യണം. ഉടൻ തന്നെ ആ പ്രഖ്യാപനം ഉണ്ടാകുന്നതാണ്. എന്തുകൊണ്ട് വിമാനവിലക്ക് നീങ്ങുന്നില്ല എന്ന് ചിന്തിക്കുന്നതിന് മുന്നേ ഈ വാർത്ത നിങ്ങൾ കേൾക്കുക. നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. കോവിഡ് വ്യാപനത്തിന്റെ പശ്ചാത്തലത്തിൽ വിവിധ രാജ്യങ്ങളിൽ കുടുങ്ങിക്കിടക്കുന്ന പ്രവാസികൾക്ക് സൗദിയിലേക്ക് തിരിച്ചു വരുന്നതിനുള്ള നടപടിക്രമങ്ങൾ കൂടുതൽ എളുപ്പമാക്കുകയാണ് സൗദി ഭരണകൂടം. രാജകാരുണ്യത്തിലൂടെ വിദേശികളുടെ കാമയും റീ എൻട്രി വിസയും വിസിറ്റ് വിസയും സൗജന്യമായി തന്നെ പുതുക്കി നൽകുന്നതും ഇതിന്റെ ഭാഗമായി തന്നെയാണെന്നാണ് ലഭ്യമാകുന്ന വിവരം. മാസങ്ങളായി കാമ പുതുക്കാനാകാതെ സൗദിയിലേക്ക് തിരിച്ചുവരാനാകില്ലെന്ന് ഉറപ്പാക്കിയവർക്ക് പോലും രാജകാരുണ്യം തുണയായിരിക്കുകയാണ്. ഇതുകൂടാതെ വിദേശ രാജ്യങ്ങളിൽ വെച്ച് വാക്സിൻ സ്വീകരിച്ചവർക്ക് ഇൻസ്റ്റിറ്റ്യൂഷണൽ ക്വാറന്റൈനിൽ ഇളവ് അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇവർക്ക് വാക്സിനേഷൻ വിവരങ്ങൾ തവക്കൽന ആപ്പിൽ അപ്ഡേറ്റ് ചെയ്യുന്നതിനുള്ള രജിസ്ട്രേഷൻ നടപടികളും സൗദി ആരംഭിച്ചിരിക്കുകയാണ്. അതോടൊപ്പം തന്നെ ഇന്ത്യ ഉൾപ്പെടെ 75 രാജ്യങ്ങളിൽ തവക്കൽന ആപ്പ് പ്രവർത്തന സജ്ജമാക്കിയതും സൗദിയിലേക്ക് വരാനിരിക്കുന്ന പ്രവാസികൾക്ക് കൂടുതൽ ആശ്വാസം നൽകുന്നതാണ്. ഇതിനു പുറമെയാണ് സൗദിയിലേക്ക് വരുന്ന മുഴുവൻ വിദേശികളും യാത്ര പുറപ്പെടുന്നതിന് 72 മണിക്കൂറിനുള്ളിൽ മുഖീം പോർട്ടലിൽ രജിസ്റ്റർ ചെയ്യണമെന്ന് നിർദ്ദേശം നൽകിയത്. അതേസമയം ജൂലൈ 16 മുതൽ പുതിയ ചട്ടം പ്രാബല്യത്തിൽ വരുന്നതായിരിക്കും. കാമയുള്ളവരും സന്ദർശന വിസയിൽ വരുന്നവരും വാക്സിൻ സ്വീകരിച്ചവരും സ്വീകരിക്കാത്തവരും രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിരിക്കണം. സൗദി വിമാനത്താവളങ്ങളിലെത്തുന്ന വിദേശികളുടെ നടപടിക്രമങ്ങൾ എളുപ്പത്തിൽ പൂർത്തീകരിക്കാനും പ്രവാസികൾക്ക് ആശങ്ക കൂടാതെ തന്നെ യാത്ര ചെയ്യാനും ഇതുവഴി സാധിക്കുമെന്നതാണ് അധികൃതർ ലക്ഷ്യമാക്കുന്നത്. വാക്സിനേഷൻ സർട്ടിഫിക്കറ്റിൽ വാക്സിൻ സ്വീകരിച്ച തീയതിയും ബാച്ച് നമ്പറും ഉൾപ്പെടുത്തുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ കഴിഞ്ഞ ദിവസം അറിയിച്ചതോടെ സൗദി ആരോഗ്യ മന്ത്രാലയത്തിലെ രജിസ്ട്രേഷനും എളുപ്പമാകുന്നതായിരിക്കും. അതേസമയം വിമാനയാത്രാ പ്രതിസന്ധിയും ഇന്ത്യയിൽ നിന്ന് കോവാക്സിൻ സ്വീകരിച്ചവരുടെ പ്രശ്നങ്ങളും കൂടി വൈകാതെ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ ഏവരും. വാക്സിൻ സ്വീകരിക്കുന്നവർക്ക് ഈ പ്രഖ്യാപനങ്ങൾ എല്ലാം തന്നെ നിർണായകമായി തീരും. കൂടുതൽ ജാഗ്രതയോടെ കാര്യങ്ങൾ ചെയ്യേണ്ടതാണ്. കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.